ആയിരക്കണക്കിന് രോഗികളെ പരിശോധിക്കുമ്പോൾ, ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ ചില കേസുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അത് സ്വകാര്യ മേഖലയിലും സർക്കാർ ഉടമസ്ഥയിലും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത, ലോകത്ത് ഒരു രാജ്യത്തും ഇത്തരത്തിൽ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം വേറെ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രദേശം വേറെ ഉണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 1.5 വർഷം മുതൽ 2 വർഷം വരെയുള്ള കാത്തിരിപ്പ് ആവശ്യമാണ്. ഇതിനിടയിൽ അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നടത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷമുള്ളൂ. കേരളത്തിൻ്റെ ആരോഗ്യരംഗം എടുക്കുമ്പോൾ ഒരേപോലെ തന്നെ സ്വകാര്യ മേഖല ആശുപത്രികളവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് മേഖലയും വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റൽ വ്യവസായ മേഖല എന്ന് പറയുന്നത് അത്ര വലിയൊരു ലാഭക്ഷമതയുള്ള പ്രോഫിറ്റബിലിറ്റിയുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. പക്ഷേ എങ്കിൽ പോലും അവർ ഈ മേഖലയിൽ കേരളത്തിൽ പണം മുടക്കാൻ തയ്യാറാവുന്നു. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചികിത്സ തേടുന്നതിൻ്റെ തോത് കേരളത്തിൽ കൂടുതലാണ്. അത് നമ്മുടെ പരമ്പരാഗതമായി തന്നെ വർഷങ്ങളായി തന്നെ കേരളം ആർജിച്ചിട്ടുള്ള ഒരു ആരോഗ്യ സംസ്കാരമാണ്. പൊതു ആരോഗ്യ സംവിധാനം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, കൂടുതൽ ജനകീയമാകേണ്ടതുണ്ട്, കൂടുതൽ ആളുകൾ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, ആകർഷിക്കേണ്ടതുണ്ട്. നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യ രംഗം തന്നെയാണ് ചർച്ച. ആരോഗ്യമന്ത്രി വീണ ജോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് സ്വകാര്യ ഹോസ്പിറ്റലുകൾ സർക്കാർ ഹോസ്പിറ്റലുകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആരാണ് യഥാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ സമീപകാലത്ത് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കണ്ടു. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് പോലുള്ള കാര്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. വലിയ പ്രക്ഷോഭവും സമരമൊക്കെ ചില സംഭവങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അതായത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. വാസ്തവത്തിൽ ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം, ഈ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത, ലോകത്ത് ഒരു രാജ്യത്തും ഇത്തരത്തിൽ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം വേറെ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രദേശം വേറെ ഉണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായാലും മറ്റ് വികസിത രാജ്യങ്ങളായാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളായാലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന്, അദ്ദേഹത്തിൻ്റെ ചികിത്സ, അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുന്നതിനൊക്കെ അടക്കം ലോങ് വെയിറ്റ് അവിടെ ആവശ്യമാണ്. ദീർഘകാലം നമ്മൾ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ട്. അത് ചികിത്സാ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന കാര്യം ഓരോ ഘട്ടങ്ങളിലും കടന്നിട്ടാണ് നമുക്കതിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 1.5 വർഷം മുതൽ 2 വർഷം വരെയുള്ള കാത്തിരിപ്പ് ആവശ്യമാണ്. ഇതിനിടയിൽ അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നടത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷമുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ഒരു ചിത്രം വേറെയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുന്നതിനും നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുന്നതിനും നേരിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സ തേടുന്നതിനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എടുക്കുമ്പോൾ ഒരേപോലെ തന്നെ സ്വകാര്യ മേഖല ആശുപത്രികളവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് മേഖലയും വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചികിത്സ തേടുന്നത് വളരെ കൂടുതലാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തിന് വലിയ ഉത്കണ്ഠ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തേക്ക് സ്വകാര്യ മൂലധന നിക്ഷേപം കടന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തെ പല പ്രമുഖ ആശുപത്രികളിലും ഇന്ന് കോടികൾ മുടക്കി അതിൻ്റെ ഓഹരി പങ്കാളിത്തം എടുക്കുന്നതിന് ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കമ്പനികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരാരും തന്നെ ഏതെങ്കിലും രാജ്യത്ത് ഹോസ്പിറ്റൽ മേഖലയിൽ അല്ലെങ്കിൽ ചികിത്സാ മേഖലയിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള, പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു പരിചയസമ്പന്നരായ കമ്പനികളൊന്നുമല്ല. ഈ കമ്പനികൾ കേവലം നിക്ഷേപ സ്ഥാപനങ്ങളാണ്. അവരുടെ കയ്യിലുള്ള ഫണ്ട് നല്ല റിട്ടേൺ കിട്ടുന്ന, ഹൈ റിട്ടേൺ കിട്ടുന്ന മേഖലകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്നുള്ളതാണ് നിക്ഷേപ സ്ഥാപനങ്ങളുടെ രീതി എന്ന് പറയുന്നത്. പെൻഷൻ ഫണ്ടുകൾ, അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ വന്നാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ
50%, 60%, 70% ഒക്കെ ഓഹരി പങ്കാളിത്തം നേടുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അത് ഹോസ്പിറ്റൽ വ്യവസായ മേഖല എന്ന് പറയുന്നത് അത്ര വലിയൊരു ലാഭക്ഷമതയുള്ള പ്രോഫിറ്റബിലിറ്റിയുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. പക്ഷേ എങ്കിൽ പോലും അവർ ഈ മേഖലയിൽ കേരളത്തിൽ പണം മുടക്കാൻ തയ്യാറാവുന്നു. അത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം സംസ്ഥാനത്തെ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ നടക്കുന്ന ചെറിയ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് നടക്കുന്ന വലിയ സമരങ്ങളുടെ, കോലാഹലങ്ങളുടെ ഒരു പരിശോധന നമ്മൾ നടത്താൻ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള സംശയം, അല്ലെങ്കിൽ ഈ സ്വകാര്യ ലോബിയെ, അല്ലെങ്കിൽ ഈ നിക്ഷേപ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് ഈ സംസ്ഥാനത്തെ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഗവൺമെൻറ് ഉടമയിലുള്ള ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഹീനശ്രമം നടക്കുന്നു എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിൽ കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അടിക്കടി പുതിയ സ്വകാര്യ ആശുപത്രികൾ വരുന്നുണ്ട്, പുതിയ സ്വകാര്യ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആരോഗ്യ മേഖലയും പൊതു ആരോഗ്യ മേഖലയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പുറത്ത് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്വകാര്യ ആരോഗ്യ മേഖലയെ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത്? എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതു ആരോഗ്യ സംവിധാനം, അതിൽ ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ ചികിത്സ തേടുന്ന ഒരവസ്ഥയുമുണ്ട്. എന്നാൽ പോലും അതിനേക്കാൾ ഒരു പടി അപ്പുറത്തായിക്കൊണ്ട് സ്വകാര്യ ആരോഗ്യ മേഖല എന്തുകൊണ്ടാണ് പരിഗണിക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ചികിത്സാ രംഗത്ത് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചികിത്സ തേടുന്നതിൻ്റെ തോത് കേരളത്തിൽ കൂടുതലാണ്. അത് നമ്മുടെ പരമ്പരാഗതമായി തന്നെ വർഷങ്ങളായി തന്നെ കേരളം ആർജിച്ചിട്ടുള്ള ഒരു ആരോഗ്യ സംസ്കാരമാണ്. ആരോഗ്യത്തിന് അത്രയും പ്രാധാന്യം, 2 കാര്യങ്ങൾക്ക് മലയാളി വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 1 വിദ്യാഭ്യാസം, 2 ആരോഗ്യം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടും പുറത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ജിമ്മിൽ പോകുന്നതും ഒട്ടേറെ ജിംനേഷ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ജിമ്മുകൾ ഗവൺമെൻറ് സ്ഥാപിച്ചിരിക്കുന്നിടത്ത് ആളുകൾ വരുന്നുണ്ട്, നടക്കാൻ പോകുന്നുണ്ട്, ബാഡ്മിൻ്റൺ അടക്കമുള്ള കളികളിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആരോഗ്യത്തെക്കുറിച്ച് കേരളം വളരെ തൽപരരായിട്ടുള്ളൊരു ജനതയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, ഗവൺമെൻറ് ആശുപത്രികൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഇന്നൊരു ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ ആശുപത്രിയിലോ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് OPയിൽ ഒരു രാവിലെ ചെന്നിട്ടുണ്ടെങ്കിൽ 500 പേരുടെയെങ്കിലും OP ഇട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലോങ് വെയിറ്റ് അവിടെ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ മറ്റ് വിദഗ്ധ ചികിത്സയ്ക്കാണെങ്കിലും ഒരു വെയിറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്ന സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള കോളേജുകളുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഒരു ബൈപ്പാസ് സർജറി നടത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളുടെ ഒരു വെയിറ്റ് കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ സ്വകാര്യ മേഖലയിൽ അങ്ങനെയല്ല. സ്വകാര്യ മേഖലയിൽ ഇന്നിപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, ബുദ്ധിമുട്ടാണ്, അത് ഒരു സർജറി ചെയ്യണം, ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു പ്രശ്നം സൗകര്യങ്ങളുടെ കുറവല്ല, അല്ലെങ്കിൽ ആധുനിക വിദഗ്ധ ചികിത്സയുടെ കുറവല്ല, വിദഗ്ധ ഉപകരണങ്ങളുടെ കുറവല്ല ഗവൺമെൻറ് മേഖലയിൽ നിന്നും ആളുകളെ അകറ്റിയിരുന്നത്. ഈ തിരക്ക് അതെന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇന്ന് ചികിത്സാ ചെലവ് വളരെ ഉയർന്നതാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് നമുക്കറിയാം സ്വകാര്യ ആശുപത്രിയിൽ 7 ലക്ഷത്തിന് മുകളിൽ, മിനിമം 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നൊരു എക്സ്പെൻസാണ്. ഇത് ഒരു സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ കേവലം 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്നൊരു എക്സ്പെൻസാണ്. പക്ഷേ നമ്മളവിടെ വളരെ വെയിറ്റ് ചെയ്യണം, 1 വർഷമോ 2 വർഷമോ കാത്തിരിപ്പ് വേണ്ടി വരുന്നു. അപ്പോൾ അതല്ല അടിയന്തരമായിട്ട് വേണമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയുന്നു, ഈ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുന്നു. പിന്നെ സ്വകാര്യ മേഖലയിൽ കുറച്ചുകൂടെ തിരക്കുകൾ കുറവാണ്, റൂം സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാം വലിയ വിശാലമായിട്ടുള്ള ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇത്തരം ആശുപത്രിയിലുണ്ട്. അപ്പോൾ കാശുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് പോകുന്നതിന് തടസ്സം കേരളത്തിലില്ല. അതുകൊണ്ട് ഇനിയും മെച്ചപ്പെടാൻ കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, കൂടുതൽ ജനകീയമാകേണ്ടതുണ്ട്, കൂടുതൽ ആളുകൾ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, ആകർഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ കുറവുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതെ വരുന്നുണ്ട്, അങ്ങനെയുള്ള നഴ്സിംഗ് സൗകര്യങ്ങൾ വേണ്ടത്ര ലഭ്യമാകാതെ വരുന്നുണ്ട്. അവിടെ ഈ ജീവനക്കാരുടെ കുറവ് വലിയൊരു പ്രശ്നം തന്നെയാണ്, സൗകര്യങ്ങളുടെ കുറവ് പ്രശ്നമാണ്.
എക്യുപ്മെൻറ്റിൻ്റെ കുറവുകളുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും കേരളത്തിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ആശുപത്രികൾ വളരെ ഫലപ്രദമായ ഇടപെടൽ ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വെയിറ്റിങ്ങിന് കാത്തിരിക്കാൻ കഴിയില്ല. അവർക്ക് പെട്ടെന്ന് ചികിത്സ തേടണം. ഇങ്ങനെയൊക്കെ ഉള്ളൊരവസരത്തിൽ അവർ ഈ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് സർക്കാർ മേഖലയിലുള്ള അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള ആരോഗ്യ സേവന രംഗങ്ങൾ, സൗകര്യങ്ങൾ ഫലപ്രദമല്ല, അതൊന്നും മോശമാണെന്നൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇതേ പ്രശ്നം തന്നെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വീഴ്ചകൾ, ആശുപത്രിയിൽ മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ധാരാളം സംഭവിക്കുന്നില്ലേ? ഈ സമീപകാലത്ത് തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ പ്രസവത്തോടുകൂടി മരണപ്പെടുന്ന സ്ഥിതിവിശേഷം നമ്മൾ കേട്ടു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസവും കണ്ടു, കളമശ്ശേരി കിൻഡർ ഹോസ്പിറ്റലിൽ 10 ദിവസം മാത്രം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞ് മരണപ്പെടുന്ന അവസ്ഥ നമ്മൾ ടി വിയിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ചാനലുകളിലൂടെ നമ്മൾ കണ്ടു. അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു സ്ത്രീ പ്രസവത്തോടുകൂടി മരിച്ച സംഭവത്തിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ വലിയ സമരവും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പൊതു ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നതിന് സമാനമായ വിധത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതലോ ഈ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും പറയാനിവിടെ താല്പര്യമില്ല. അത് വാർത്താ മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരുന്നില്ല. അവിടെ തന്നെ പ്രാദേശികമായി അവരുടെ ബന്ധുക്കളോ കാര്യങ്ങളോ ആളുകളൊക്കെ വന്ന് കുറച്ച് ബഹളം കൂട്ടുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നതല്ലാതെ അത് ഒരു വലിയൊരു ഇന്ന് നമ്മൾ ഈ സർക്കാർ മേഖലയിലുള്ള കാര്യങ്ങളെ പർവ്വതീകരിച്ചത് കാണിക്കുന്നത് പോലെയുള്ളൊരു പ്രചരണം അവിടെ വരുന്നില്ല. മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുന്നത്, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് പലർക്കും ഒരു പ്രശ്നമുണ്ട്. അത് ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൻ്റെ കീഴിലുള്ളതായിരിക്കും, ഏതെങ്കിലും സമുദായ സംഘടനയുടെ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വിഭാഗത്തിൻ്റെ ആയിരിക്കും, ഒരു സംഘടനയുടെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് ഇത്തരം സംഭവങ്ങളിൽ പെട്ടെന്ന് ഇടപെട്ട് അത് അവസാനിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു സ്ത്രീ മരിച്ചു, അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടി മരിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്തായാലും മരിച്ചവർ പോയി, ഇനിയെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ഞങ്ങൾ വാങ്ങിച്ചു തരാം, നിങ്ങളത് ഈ പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാൻ കഴിയുന്ന ചിത്രം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേവലം അത്തരം പ്രതിഷേധങ്ങൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അതിനെ ഒതുക്കി തീർക്കാൻ കഴിയുന്നത് ഇത് പൊതു ആരോഗ്യ രംഗത്ത് സർക്കാർ ആശുപത്രിയുടെ മേഖലയിൽ ഇത് സാധിക്കില്ല. അപ്പോൾ ആ സർക്കാർ മേഖലയിൽ എല്ലാം കുഴപ്പമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ടുണ്ടാവുന്ന മരണങ്ങളും മറ്റ് അപകടങ്ങളും ഒക്കെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ വികസിത രാജ്യങ്ങളിലും, ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലും ഒക്കെ നടക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ തോതിൽ ചില ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കാവുന്ന കാര്യമാണ്. ആരുടെയും കുറ്റം കൊണ്ട് സംഭവിക്കുക, ഏതെങ്കിലും ഡോക്ടർ മനഃപൂർവ്വമായി അല്ലെങ്കിൽ ഒരു നേഴ്സ് മനഃപൂർവ്വമായി ഏതെങ്കിലും ഒരു രോഗിയെ കൊല്ലാൻ തക്ക വിധത്തിൽ മരിച്ചു പോട്ടെ എന്ന തരത്തിൽ ചികിത്സ നിഷേധിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. മെഡിക്കൽ ഫീൽഡിലുള്ളവർ അങ്ങനെ ചെയ്യുന്നവരേ അല്ല. പക്ഷേ ഇത് സംഭവിക്കാം. ആയിരക്കണക്കിന് രോഗികളെ പരിശോധിക്കുമ്പോൾ, ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ ചില കേസുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അത് സ്വകാര്യ മേഖലയിലും സർക്കാർ ഉടമസ്ഥയിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു മേഖലയിൽ മാത്രം വരുന്നതിനെ വല്ലാതെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടുണ്ട്. അവിടെ എല്ലാം കുഴപ്പത്തിലാണ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ സഹായിക്കാനാണ് എന്നുള്ളത് സുവ്യക്തമായൊരു കാര്യം. അവിടെ രാഷ്ട്രീയത്തിനു കൂടി അവിടെ ഒരു പങ്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഗതി വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ പുറത്തു വരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പൊതുവെ ഏറ്റെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കളമശ്ശേരി കിൻഡർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവിടെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഏകദേശം 3 വർഷത്തോളം കാത്തിരുന്നവർക്ക് ഉണ്ടായൊരു കുട്ടിയാണ്. 10 ദിവസത്തോളം ആ കുഞ്ഞ് ജീവിച്ചുള്ളൂ. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഹോസ്പിറ്റലുകാർ നോർമൽ ഡെലിവറി പ്രിഫർ ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആ ഒരു ഹോസ്പിറ്റലിനെതിരെ അവിടെ പ്രതിഷേധിക്കാൻ തയ്യാറായില്ല. ഇനി നേരെ തിരിച്ചൊന്ന് നോക്കുക, ഇപ്പോൾ അതൊരു മെഡിക്കൽ കോളേജിലായിരുന്നു വന്നിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പ്രതിഷേധം ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഭരണകൂടത്തിനെതിരെ തിരിയാനായിട്ടുള്ള, സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനായിട്ടുള്ള, സർക്കാരിനെതിരെ ജനവികാരത്തെ തിരിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ
മാത്രം കാണിക്കുന്ന ഒരു പ്രതിഷേധമാണ്. അല്ലാതെ ഒരു കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകളും അതുപോലെ തന്നെ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ തുടർക്കഥകൾ സംസ്ഥാനത്ത് ഉണ്ടാവുന്നുണ്ട്. അത് സ്വകാര്യ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്, അപൂർവമായിട്ട് പൊതു ആരോഗ്യ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള മേഖലകളെ, ആരോഗ്യ മേഖലയെ കീഴടക്കാൻ വേണ്ടിയിട്ട്, ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങളും സ്വകാര്യ ഗ്രൂപ്പുകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖലയിൽ ഇങ്ങനെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം അത്രയ്ക്ക് വലിയ ഒരു ഇത് കൽപ്പിക്കുന്നില്ല അതിന്. ആ സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾക്ക് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഒക്കെ ഏതാനും ദിവസങ്ങൾ ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. മറ്റത് പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കുപരി സ്വകാര്യ മൂലധന താല്പര്യം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങൾ കടന്നു വരുമ്പോൾ ആ മൂലധന താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് പൊതു ആരോഗ്യ മേഖല മുഴുവൻ കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞ് വരുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും കേരളം ഇതപ്പര്യന്തം നേടിയിട്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയെ, ചികിത്സാ സൗകര്യങ്ങളെ ഇകഴ്ത്തി കാണിക്കലാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്.